ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ക്ലാസ് ഉള്ളൊരു ദിവസമാണ്. ഈ മുന്നിൽ പോണ ആളാണ് കേട്ടോ. റമളാൻ മാസമായിട്ട് നന്നാവുന്ന ശങ്കില്ലേ, സ്വാലിഹത്തായ ബിലീസ്. ഈ മാസം നമുക്ക് കോളേജിൽ പോയാൽ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ സ്വിച്ച് ഇട്ട പോലെ എല്ലാം ഓഫ് ആവുന്നതും കാണാം. നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ, മെയിൻ റോഡിലേക്ക്. അവിടുന്ന് വേണം കേട്ടോ നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ കയറി നിന്ന് ഓട്ടോ സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. എന്തൊക്കെ കടമ്പകൾ കഴിഞ്ഞിട്ട് വേണമല്ലേ കോളേജിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട്. നമ്മളാദ്യം ഹോസ്റ്റലിൽ മാറിയ സമയത്ത് ഈ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു കേട്ടോ റൂം എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് സ്വാഭാവികമായിട്ടും നമ്മൾ മാറിയില്ല. മേലേക്ക് ഓട്ടോ വെയിറ്റ് ചെയ്യുമ്പോൾ താഴേക്ക് ഓട്ടോ പോകും, താഴേക്ക് ഓട്ടോ വെയിറ്റ് ചെയ്യുമ്പോൾ മേലേക്ക് ഓട്ടോ പോകും. ഒരു പ്രത്യേക തരം ജീവിതമാണ്. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മളിതാ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോളേജിൻ്റെ കോമ്പൗണ്ടിൽ ഫോൺ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലേ. ക്ലാസ് കഴിഞ്ഞാലേ നമുക്ക് ഫോണ് തരുള്ളൂ കേട്ടോ. നമ്മളവിടെ റിസപ്ഷനിൽ വെച്ചിട്ട് ക്ലാസ്സിൽ കയറാണ് കേട്ടോ ചെയ്യാറ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ മേടിക്കണം കേട്ടോ. ഇന്ന് ഞങ്ങൾ ചിക്കനൊക്കെ മേടിക്കുന്നുണ്ട്. ഇന്ന് നോമ്പ് തുറക്കാൻ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചത്. ഇത് നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള കടയാണ് കേട്ടോ. നമ്മൾ ഒന്നിച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടുന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാറ്. സൂപ്പർ മാർക്കറ്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാത്തിൻ്റെയും ലാർജർ പാക്സ് ആണ് ഉണ്ടാവുക. ലൈക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഓയിലൊക്കെ ഇങ്ങനെയുള്ള കടകളിൽ നിന്നാണ് കേട്ടോ നമുക്ക് അത്യാവശ്യത്തിന് ചെറിയ ചെറിയ പാക്സൊക്കെ കിട്ടുക. ഹോസ്റ്റലിലുള്ള യൂസിന് നമുക്ക് ചെറിയ ചെറിയ പാക്സ് തന്നെ ധാരാളമാവും കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ നുള്ളിയും പെറുക്കിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നോമ്പിന് നമ്മൾ അധികം എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുമല്ലോ വീടുകളിൽ. പക്ഷെ നമ്മൾ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ നമ്മളധികം സ്റ്റീംഡ് ആയിട്ടുള്ള സ്നാക്സിനാണ് കേട്ടോ പ്രയോറിറ്റി കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റീംഡ് മോമോസ് ഉണ്ടാക്കാനാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാന്. ഫ്രൂട്ട്സ് ആയിട്ട് ഞങ്ങൾ തണ്ണിമത്തം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ ചിലപ്പോൾ വേസ്റ്റായി പോകുന്നുള്ളൊരു പേടിയാണ്. മോമോസിന് സൈഡായിട്ടാണ് കേട്ടോ ഈ ടൊമാറ്റോ കെച്ചപ്പ് വാങ്ങിച്ചിട്ടുള്ളത്. സത്യം പറയല്ല, മോമോസ് ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീം ചെയ്യാനാണ് ആ പാത്രം വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പാലൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടോ. രാവിലെ നമുക്ക് നടക്കാനുള്ള എനർജി ഉണ്ടെങ്കിലും തിരിച്ചു പോരുമ്പോൾ അതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓട്ടോയിലാണ് പോകുന്നത്. വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കളയിൽ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ജോലിയൊക്കെ ചെയ്യാറ്. അവളുടെ ക്ലാസ്സിലുണ്ടായ സ്റ്റോറീസും ഞാൻ എൻ്റെ ക്ലാസ്സിലുണ്ടായ സ്റ്റോറീസും ഒക്കെ നമ്മുടെ ഈ ക്വാളിറ്റി ടൈമിലാണ് കേട്ടോ ഷെയർ ചെയ്യാറ്. നമുക്കൊരു ഇൻഡക്ഷൻ മാത്രമായതുകൊണ്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാനൊക്കെ. മോമോസിന് വേണ്ടിയിട്ട് നമ്മൾ ആട്ട എടുത്തിട്ടാണ് കേട്ടോ മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇവിടെ മാവിന് ചെയ്യാനുള്ളത്. നമ്മൾ കുറച്ച് എണ്ണ തൂവണം എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എണ്ണ തൂവുന്നത് നമ്മുടെ ഡോ ഒന്ന് നല്ല സോഫ്റ്റ് ആവാനും നമുക്ക് ഈസി ആക്സസ് ആവാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. മോമോസ് ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടിയത് ഓയിലില്ലാണ്ട് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാം എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് കേട്ടോ. ഇത് സ്റ്റീംഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ ഒട്ടും ചിലവാകത്തില്ല. ദെൻ വീറ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. നമുക്ക് പത്തിരി പരത്തുന്ന മെഷീനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിലെ താത്താൻ്റെ മെഷീനാണിത്. ഇവിടെയുള്ള നെയ്ബേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ കുട്ടികൾ മാത്രമായിട്ടല്ലോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ യൂസേജും അതുപോലെ അവർ ഫുഡ് ഉണ്ടാക്കിയാൽ നമുക്ക് ഷെയർ ചെയ്യും എല്ലാം ചെയ്യും കേട്ടോ. നമ്മളെങ്ങാനും വേയാണ്ടൊക്കെ കിടക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പോലെ അവർ ഫുഡൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. ഓൾവേസ് ഷെയറിങ് ഈസ് കെയറിങ് എന്നല്ലേ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ലവ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഷെയറിങ് ഫുഡാണ്. അത് ഞാനൊരു ഫുഡ് ലവർ ആയതുകൊണ്ടാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം നമുക്ക് വേണ്ടി ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ അവരെടുക്കുന്ന എഫേർട്ട്, ടൈം, ഇതൊക്കെ ഒരു തരത്തിൽ നമ്മളോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കല്ലേ. ആൻഡ് ഓൾസോ ഞാൻ കുക്ക് ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ ചുറ്റുള്ളവരൊക്കെ ഫുൾ കഴിക്കണം എന്നുള്ളൊരു നിർബന്ധമുള്ള ആളാണ്. ആൻഡ് ഈ മോമോസ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ബട്ട് ഷേപ്പൊക്കെ ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനുള്ള പരിപാടിയാണ് അടുത്തത്. അതിൻ്റെ ഇടയിൽ ഒരു പണി കിട്ടി ഗായ്സ്, കറണ്ട് പോയി. നോമ്പിൻ്റെ ഈ ടൈമിലൊക്കെ കറണ്ട് പോകുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ സ്റ്റീം ചെയ്യാനുള്ള പ്രോഗ്രാമിലാണ്. ഇപ്പോൾ ടൈം 6 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1/2 അവർ ബാങ്ക് കൊടുക്കാനുള്ളൂ. ഈ മോമോസ് ആണെങ്കിലോ 1/2 അവർ കുക്ക് ചെയ്യും വേണം. അത് നമ്മളങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. ഇതെന്താവോ എന്തോ ഒന്നും എനിക്കറിയില്ല. ബിക്കോസ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. നമ്മൾ ആ ടൈം കൊണ്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സമാധാനം ഇല്ലായിട്ട് ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ.
നമ്മുടെ വത്തക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളത്തിലുള്ള ഈ ഐസ് ക്യൂബ് നമുക്ക് അപ്പുറത്തെ വീട്ടിലെ താത്ത തന്നതാണ് കേട്ടോ, വെള്ളം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ബാങ്ക് വിളിക്കാൻ ഇനി വെറും 5 മിനിറ്റ് ബാക്കിയുള്ളൂ കേട്ടോ. മോമോസ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾക്കത് സെർവ് ചെയ്തിട്ട് എടുക്കാം. കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലേ. ഇനി ടേസ്റ്റ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന് നോമ്പ് തുറന്നിട്ട് നോക്കാം കേട്ടോ. നമുക്ക് ഇതെങ്ങാനും സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇതൊരു ഹെൽത്തി ആൻഡ് ഈസി ഓപ്ഷൻ അല്ലേ. അങ്ങനെ ബാങ്കൊക്കെ വിളിച്ച് ഞങ്ങൾ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ വെള്ളം കുടിച്ച് വേറെ നിറക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ കഴിയില്ല വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഫ്രൂട്ട്സ് ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കും ഹിബത്തിനും ഈ ഗ്ലാസ്സിൽ സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ദെൻ ഞങ്ങൾ മോമോസ് ട്രൈ ചെയ്തു കേട്ടോ. എനിക്ക് എന്താന്നില്ലാത്ത സന്തോഷമുണ്ട്. ബിക്കോസ് അത് നല്ലപോലെ സക്സസ് ആയിട്ടോ. അടിപൊളി ടേസ്റ്റും ആയിരുന്നു. നമുക്കിതിനി ഇവിടെ റിപ്പീറ്റ് ചെയ്യാം ഗൈസ്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിവിടെ ഉണ്ടാക്കാം. പാത്രം വാങ്ങിയതൊന്നും വേസ്റ്റ് ആയില്ല. നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. ഗൈസ്, അരി ഒന്ന് ചെറുതായിട്ട് മാറി. അതെ, വീട്ടിൽ നിന്ന് കത്തത് ചെറുതായിട്ടൊന്ന് പച്ചരിയായിട്ട് കേട്ടില്ലേ? നെയ്ച്ചോറ് അരിയാണെന്ന് വിചാരിച്ചിട്ട് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. പക്ഷേ മോശമൊന്നും പറയാൻ പറ്റില്ല, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പച്ചരിയാണെന്ന് എനിക്കും കണ്ടപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എടുത്ത് തന്നപ്പോൾ ഉമ്മാക്ക് തെറ്റ് പറ്റിയതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പച്ചരി കൊണ്ട് ഒരു നെയ്ച്ചോറ് ട്രൈ ആക്കാൻ പറ്റുമല്ലോ. നമ്മൾ എന്തിലും ഒരു പോസിറ്റിവിറ്റി കാണണം ഗൈസ്. ഇനി നമുക്ക് അഥവാ അരി ഇല്ലാണ്ട് കുടുങ്ങി നമ്മളെ കയ്യിൽ പച്ചരി മാത്രമാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് നെയ്ച്ചോറ് വെക്കാമല്ലോ. കാരണം അതുകൊണ്ട് വെച്ചാലും ടേസ്റ്റ് ഉണ്ട് നമുക്ക് മനസ്സിലായി. നമ്മൾ ഇന്നിങ്ങനെ റിച്ച് ആയിട്ടൊന്നും അല്ല കേട്ടോ ഫുഡ് കഴിക്കാറ്. നമ്മൾ ഇന്നിങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലെയിൻ റൈസ് ഉണ്ടാക്കിയിട്ട് അതന്നെ നോമ്പ് തുറന്നിട്ടും അത്താഴത്തിനും കഴിക്കാറാണ് കേട്ടോ പതിവ്. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവണം എന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നോമ്പ് തുറക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പിന്നെ ഫുഡ് പിന്നെ രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കുക. എന്തായാലും ഇന്നത്തെ ഫുഡ് കുശാലായി കേട്ടോ. മോമോസ് ആണെങ്കിലും അടിപൊളിയായി, നമ്മുടെ പച്ചരി നെയ്ച്ചോറാണെങ്കിലും അടിപൊളിയായി. ഇന്ന് എന്തായാലും ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. നമ്മൾ അത്താഴത്തിന് വേണ്ടി എണീറ്റു കേട്ടോ. കുറച്ച് വൈകിട്ടാണ് എണീറ്റത്. കാരണം ഫുഡൊക്കെ റെഡി ആയിരുന്നു. ജസ്റ്റ് അത് കഴിച്ചാൽ മാത്രം മതി എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വൈകിട്ടാട്ടോ എണീറ്റത്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയും ചിക്കനൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത്താഴമൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ കടന്നിട്ട് അങ്ങനെ ഉറക്കമൊന്നും വന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ ടൈം രാവിലെ 7 മണിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ചുറ്റും വീടുകളും മരങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഏത് ടൈമും നല്ല തണുപ്പായിട്ടുണ്ടാവും കേട്ടോ. രാവിലെ എണീറ്റ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടെ എല്ലാം കാണാനായിട്ട്. രാവിലെ എണീറ്റ് ഇത് കൂടെ നടക്കില്ല എനിക്കൊരു ഹോബിയാണ് കേട്ടോ. ആ കാണുന്ന ഗേറ്റില്ലേ, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു പുഴയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളങ്ങനെ ഇറങ്ങാനൊന്നും പോകലില്ല, ബട്ട് കാണാനൊക്കെ പോകലുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റല്. നമ്മൾ ഹോസ്റ്റൽ എന്നൊക്കെ പറയുമെങ്കിലും ഇതൊരു 4 അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. അതിലൊരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ഹോസ്റ്റലായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ഫോർ ദിസ് ടൈം.